പക്ഷേ ഈ പൂക്കൾ നമ്മൾ ഇടാൻ പോകുന്നത് വെള്ളത്തിലാണ്. അപ്പോൾ കരയിലിടുന്ന അത്ര എളുപ്പമല്ല ഒരിക്കലും. വെള്ളത്തിൽ നമുക്ക് പൂക്കൾ ഇടുന്നത് അതിനുള്ള അറ്റംപ്റ്റ് അങ്ങനെ അധികാരം എടുത്തും കണ്ടിട്ടില്ല. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം എന്തായാലും വെള്ളത്തിലുള്ള പൂക്കൾ നമുക്ക് റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി വരുന്നത് പോളിഫോം ഷീറ്റിലാണ്. അപ്പോൾ നമ്മൾ 1 ഇഞ്ചിന്റെ പോളിഫോം ഷീറ്റ് എടുത്തിട്ട് അത് 1 ഇഞ്ചിന്റെ നീളത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം കളത്തിന്റെ ഡിസൈൻ നമ്മൾ വരച്ച് റെഡിയാക്കി എടുക്കാണ് കേട്ടോ. അങ്ങനെ വരച്ചെടുത്ത ഡിസൈനിന്റെ മുകളിലേക്ക് നമ്മുടെ പോളിഫോം വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് അത് സെറ്റ് ആക്കി എടുക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള അത്ര പൂ നോക്കിയെടുക്കണം. നോക്കിയാൽ റോസാപ്പൂ വണ്ടി കാണുന്നേ. റോസാപ്പൂ തന്നെ 3-4 ടൈപ്പ് ഉണ്ട്. ഇത് നമ്മുടെ ചില്ലി റോസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഓറഞ്ച് പൂ ഇട്ടു. ഇത് കണ്ടോ നമ്മുടെ ഉണ്ടവലിയാണ്. റോസാപ്പൂ വേണ്ട പൂടാൻ സ്ഥലമില്ലാണ്ടായിട്ടാ. ഇവിടെ വെള്ളപ്പൂവാണേ. അങ്ങനെ നമ്മുടെ പൂക്കളൊക്കെ വഞ്ചിയിൽ നിറച്ചു. ഇനി വെള്ളത്തിന്റെ നടുക്ക് നമ്മളിത് കളം ഇടാനുള്ള സ്ഥലത്തേക്ക് പോവാണ്. ആ കാണുന്ന പുഴയുടെ നടുക്കാണ് നമ്മൾ ഇടാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ പൂവ് കൊണ്ട് നമ്മൾ അങ്ങനെ പൂവായിട്ടാണ് നമ്മുടെ കളം ഇടാനുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാണേ. അപ്പൊ ഇത് വെള്ളയാണ് ഇടുന്നത്. ഈ സൈഡ് ഫില്ല് ചെയ്തോട്ടെ. നമ്മുടെ വെള്ളപ്പൂവ് ഈ റിങ്ങിന്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ നമുക്ക് അതല്ല വെള്ളത്തിൽ മുങ്ങിപ്പോണ പൂവാണെങ്കിൽ ഇപ്പൊ പെട്ടേനെ. അപ്പൊ നമ്മുടെ ഔട്ടർ ലെയർ നമ്മൾ ഒരുവിധം ഇങ്ങനെ നിൽക്കുന്ന രീതിയിലാക്കിയിട്ട്, പക്ഷെ പൂവിട്ട് വരുമ്പോൾ സംഭവം റെഡി ആയിരിക്കും. അപ്പൊ നമ്മുടെ അടുത്ത ലെയർ നമ്മൾ അരളിപ്പൂ കണ്ടിട്ട് കൊടുക്കുന്നത്. അരളിപ്പൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ കാണാൻ നല്ല രസമായിട്ടാ. ഇനി നമുക്ക് 2 ലെയർ കൂടി ഇടാനുണ്ട്. അതുകൂടി ഇട്ട് കഴിയുമ്പോൾ കളത്തിന്റെ ലുക്ക് മൊത്തത്തിലും മാറൂട്ടോ. ഇപ്പൊ നമ്മൾ കളം ഇടാനായിട്ട് എടുത്തിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഴം കുറവുള്ള ഒരു സ്ഥലം നോക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളം ഇറക്കുവാണ്. ഇനി വെള്ളം ഏറ്റവും കയറി കഴിയുമ്പോൾ നമ്മുടെ തലയുടെ മുകളിലേക്ക് വെള്ളം വരും കേട്ടോ. കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം. അത് തോന്നാതില്ല. അതില്ല. വഞ്ചി നിറയെ പൂക്കൾ ഇനിയുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ കളം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളത് ഈ ആകാശ കാഴ്ചയാണ് നമുക്ക് ഇടുന്നൊരു സന്തോഷം ഉണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷകളെ രസമായിട്ട് തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. ഇവിടെ അവസാനത്തെ ലെയർ ആയിട്ടുള്ള ഔട്ടർ ലെയർ നമ്മളിത് പോളിഫോം വെച്ച് സെറ്റ് ചെയ്ത് നമ്മളിത് സ്റ്റിക്ക് വെച്ച് കുത്തി കൊടുക്കണ്ട. അപ്പോൾ നമ്മുടെ ടൂത്ത് പിക്ക് വെച്ച് തന്നെയാണ് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഓരോ കോർണർ നമ്മൾ പിടിച്ചിട്ട് ആ കോർണറിലേക്കാണ് കുത്തി കൊടുക്കുന്നത്. അതിൻ്റെ ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം കൊള്ളാവും. അപ്പോൾ അവസാനത്തെ ലെയറിൽ നമ്മൾ പൂടുമ്പോഴാണ് ഏറ്റവും കെയർഫുൾ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഷേപ്പ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മക്കളെ നമ്മളുടെ പണി മൊത്തം കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ പൂക്കളം റെഡി ആയിക്കാണ്. അപ്പോൾ നമ്മുടെ പൂക്കളം നോക്കിയ എന്ത് രസമായിട്ടാണ് വിരിഞ്ഞിങ്ങനെ നിൽക്കണേ നോക്കിയാൽ. എൻ്റെ പൊന്നോ നല്ല രസമായിട്ടാണ് കാണാനായിട്ട്. നമുക്ക് തന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടേ.